السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أما بعد فأوصيكم وإياي بتقوى الله وطاعته. ബഹുമാനമുള്ള ഉലമാക്കളെ, സാദാത്യങ്ങളെ, ഉമറാക്കളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ആദ്യമായി പറയാനുള്ളത്, ആരും ഘോഷണകൾ, മുദ്രാവാക്യങ്ങൾ ഒന്നും വിളിക്കരുത്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പരിപാടി കഴിഞ്ഞതിൻ്റെ ശേഷം അവസാനമായി ചില ഘോഷണകൾ ഉണ്ടാകും. അത് ഒന്നിച്ച് അത് വിളിക്കാം. ആരും തിക്കും തിരക്കും ഉണ്ടാക്കരുത്. എല്ലാവരും ഈ വിശാലമായ സദസ്സിൽ വന്ന് കടന്നിരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ബഹുമാനമുള്ള സഹോദരന്മാരെ, വളരെ മഹത്തായ ഒരു സമ്മേളനമാണിത്. വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു ഒരുമിച്ച് കൂടലാണിത്. നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായതായ ഒരു മഹത്തായ സമ്മേളനമാണ്. നമുക്കെല്ലാവർക്കും അറിഞ്ഞതുപോലെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് വഖഫ് തിദ്ദുപടി മസൂദ ലോകസഭയിലും രാജ്യസഭയിലും അംഗീകരിക്കുകയും രാഷ്ട്രപതി ഒപ്പുവെക്കുകയും ചെയ്തതായ ഒരു ബില്ല്. ആ ബില്ല് മുസ്ലിം സമുദായത്തിന് അത് എതിരാണ്. മുസ്ലിം സമുദായത്തെ പ്രത്യേകം ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കപ്പെട്ട ഒരു ബില്ലാണ്, ഒരു മസൂദയാണ്. ഈ പറയപ്പെട്ട എല്ലാവരും അംഗീകരിക്കലോടുകൂടെ അത് നിയമമായി മാറിയിരിക്കുകയാണ്, പിന്നെ ബില്ലല്ല അത്. അങ്ങനെയുള്ള ഈ നിയമം, ഈ ബില്ല്, അതിനെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള ആ ബില്ലിനെതിരെയുള്ള ഒരു പ്രതിഷേധ സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനം ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്, അതിന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ഖാലിമാരുടെ നേതൃത്വത്തിലുള്ള ഉലമാക്കളാണ്. ഉലമാ കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഉമറായിൻ്റെ പരിപൂർണമായിരിക്കുന്ന പിന്തുണയും സഹായ സഹകരണങ്ങളും ഇതിനുണ്ട്. ഇങ്ങനെയുള്ള ഈ ബില്ല് അത് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ അത് നമുക്ക് തീരെ അംഗീകരിക്കാൻ പറ്റാത്തതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഉലമാ ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉലമാ തന്നെയാണ് ദീൻ കാര്യത്തിൽ നേതൃത്വം നൽകേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരവസരത്തിൽ ജനങ്ങൾക്ക് ഒരു ഉപദേശം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഉപദേശത്തിന്റെ കൂട്ടത്തിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ് ഇത്തബിഉൽ ഉലമാ ഫഇന്നഹും സുർജുദ് ദുനിയാ വ മസാബിഹുൽ ആഖിറ. ജനങ്ങളെ, നിങ്ങൾ ഉലമാവിനോട് പിൻപറ്റണം. ഉലമാ അവർ ദുനിയാവിൻ്റെ വിളക്കുകളും ആഖിറത്തിന്റെ വെളിച്ചവുമാണ് ഉലമാ. അതുകൊണ്ട് ഉലമാവിനോട് പിൻപറ്റണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറയുകയുണ്ടായി. അവർ ദുനിയാവിൻ്റെ വിളക്കുകളാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസത്തുൻ തുളിയു ഫിൽ അർളി ലി അഹ്ലിസ് സമായി കമാ തുളിയുൻ നുജൂമു ഫിസ് സമായി ലി അഹ്ലിൽ അർള്. മൂന്ന് കാര്യങ്ങൾ
ആകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്തിൻ്റെ അയലുകാർക്ക് ഭൂമിയിൽ അത് നല്ലൊരു വിളക്ക് പോലെയായിട്ട് വെളിച്ചം നല്ല തിളങ്ങുന്നതായിരിക്കുന്ന ഒരു വിളക്ക് പോലെയായിട്ട് കാണാൻ സാധിക്കും. ഏതുപോലെ ഭൂമിയിലുള്ളവർക്ക് ആകാശത്തിലുള്ളതായിരിക്കുന്ന നക്ഷത്രങ്ങൾ അത് വിളക്കായി കാണും പോലെ ആകാശത്തിലുള്ളവർക്ക് ഭൂമിയിൽ 3 കാര്യങ്ങൾ ഇത് വിളക്കായി കാണുമെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കുന്നു. അത് ഒന്ന് ഹുയൽ മസാജിദു, അല്ലാഹുവിൻ്റെ പള്ളികളാണ്. രണ്ടാമത്തേത് ബൈത്തുൽ ആലിം, പണ്ഡിതന്മാരുടെ വീട്, പണ്ഡിതന്മാർ താമസിക്കുന്ന വീട്. അതുപോലെ മൂന്നാമതായി പറഞ്ഞത് ഹാഫിളുൽ ഖുർആൻ, ഖുർആൻ ഹിഫ്ളാക്കുന്നവർക്കുള്ള വീട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഉലമാ അവർ ദീനിൻ്റെ വിളക്കുകളാണ്, ദുനിയാവിൽ പ്രകാശിക്കുന്നതായിരിക്കുന്ന വിളക്കുകളായിട്ട് ആകാശത്തിൽ ഇവർക്ക് കാണാൻ സാധിക്കുമെന്ന്, അതുപോലെ ആ ഉലമാനോട് പിൻപറ്റണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ ദീൻ കാര്യത്തിന് നേതൃത്വം നൽകേണ്ടത് ബഹുമാനപ്പെട്ട ഉലമാ ആണ്. ഉമറാഹ് അതിന് പരിപൂർണമായിരിക്കുന്ന പിന്തുണയും പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഉലമാവും ഉമറാവും ഒത്തുകൂടിയും കൊണ്ടൊരു കാര്യം നടത്തിയാൽ അത് വിജയിക്കാതിരിക്കുകയില്ല. അങ്ങനെയുള്ള ആ കാര്യങ്ങളെ കൂട്ടത്തിൽ പെട്ടതാണ് ഇപ്പോൾ നമുക്ക് വന്നതായിരിക്കുന്ന വഖഫിൻ്റെ പ്രതിസന്ധി. അത് നാം തരണം ചെയ്യേണ്ടതുണ്ട്. വഖഫ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾ അവർക്കുള്ള ഇബാദത്തായിട്ട് ആരാധനയായിട്ട് അംഗീകരിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. ജനങ്ങളെല്ലാം ഇവിടെ ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ ശാശ്വതമല്ലല്ലോ, ഇവിടെ നിന്ന് മരിച്ചു പോകാനുണ്ട്. മരണമെന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിൻ്റെ അവസാനമല്ല, വിശാലമായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ തുടക്കമാണ്. അങ്ങനെയുള്ള ആ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഉപകാരപ്പെടാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന ഒരു ഇബാദത്താണ്, ഒരു അമലാണ് വഖഫ് എന്നുള്ളത്. എല്ലാവരും മരിച്ചു പോകുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇൻഖത അമലുഹു, അവൻ്റെ അമലുകളെല്ലാം മുറിഞ്ഞു പോകും 3 കാര്യങ്ങളൊഴികെ. ആ 3 കാര്യങ്ങളിൽ നിന്നുള്ള ഒരു കാര്യമാണ് സദഖത്തിൻ ജാരിയ. ജാരിയായ സദഖ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഉലമാ വഅമലൽ ഉലമാ വസദഖത്തുൽ ജാരിയത അലൽ വഖഫി. ഉലമാ സദഖത്തുൽ ജാരിയ എന്ന് പറഞ്ഞാൽ അത് വഖഫാണ് എന്ന് അവർ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള വഖഫ്, ആ വഖഫ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇസ്ലാമിൻ്റെ ആദ്യകാലത്തിൽ തന്നെ വഖഫുണ്ട്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ തങ്ങൾ പറയുന്നു, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനിക്ക് ഒരു ഭൂമി ഖൈബറിൽ ലഭിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ ആ ഭൂമിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ ഇന്നി അസബ്തു അർളൻ ബി ഖൈബറ ലം ഉസിബ് മാലൻ ഖത്തു അൻഫസ ഇൻദി മിൻഹു ഫമാ തഅമുറുനി ബിഹി. എനിക്ക് ഖൈബറിൽ ഒരു ഭൂമി ലഭിച്ചിട്ടുണ്ട് നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, ഏറ്റവും വിലമതിച്ചതായിരിക്കുന്ന ഒരു ഭൂമിയാണ് ആ ഭൂമി. ആ ഭൂമിയിൽ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് തങ്ങൾ കൽപ്പിക്കുന്നത് എന്ന് തങ്ങൾ പറയണമെന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇൻശിഅത ഹബ്ബസ്ത അസ്ലഹ വതസദ്ദഖ്ത ബിഹാ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ നീ അതിനെ വഖഫ് ചെയ്യ്. ആ ഏറ്റവും വിലയുള്ളതായിരിക്കുന്ന, ഏറ്റവും മുന്തിയതായിരിക്കുന്ന, നിനക്ക് ഇഷ്ടമുള്ളതായിരിക്കുന്ന ആ ഭൂമിനെ നീ ഇഷ്ടമുണ്ടെങ്കിൽ അതിനെ വഖഫ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ആ ഭൂമിനെ, ഏറ്റവും വിലയുള്ളതായിരിക്കുന്ന, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ആ ഭൂമിനെ അവർ വഖഫ് ചെയ്യുകയാണ്. എന്നിട്ട് പല ഷർത്തുകളും അതിനേക്ക് അവർ ഷർത്തായി പ്രഖ്യാപിച്ചു. അതിനെ വെക്കാൻ പാടില്ല, ഹിബത്തായി കൊടുക്കാൻ പാടില്ല, അനന്തരമായി കൊടുക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ള കുറേ ഷർത്തുകളെല്ലാം വെച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ആ ഏറ്റവും മുന്തിയതായിരിക്കുന്ന ആ ഭൂമിനെ വഖഫാക്കി. അതാണ് ഇസ്ലാമിൻ്റെ ആദ്യത്തെ വഖഫ്. ആ വഖഫിനിക്ക് ചില ഷർത്തുകളുണ്ട്, ചില നിബന്ധനകളുണ്ട്. കാരണം വഖഫ് അത് ഇബാദത്താണല്ലോ. നിസ്കാരത്തിനേക്ക് ഷർത്തുകളുള്ളതുപോലെ, നോമ്പിനിക്ക് ഷർത്തുകളുള്ളതുപോലെ, അതുപോലെയുള്ള ഓരോ ആരാധനകൾക്കും ഷർത്തുകളുള്ളതുപോലെ, റുക്നുകളുള്ളതുപോലെ നിക്കാഹിൻ്റെ റുക്നുകളായിട്ട് 5 കാര്യങ്ങൾ പറഞ്ഞല്ലോ. സൗജ്, സൗജത്ത്, അതുപോലെ ഷാഹിദാനി, വലിയ സീഗ എന്നിങ്ങനെ 5 ഷർത്തുകൾ നിക്കാഹിനിക്ക് പറഞ്ഞതുപോലെ, 5 റുക്നുകൾ പറഞ്ഞതുപോലെ ഈ വഖഫിനിക്കും റുക്നുകളുണ്ട്, പ്രധാനമായിരിക്കുന്ന ഘടകങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ പറയുന്നു, അർക്കാനുഹു അർബഅത്തുൻ, വഖഫിൻ്റെ പ്രധാന ഘടകങ്ങൾ 4 ഒന്ന് വാഖിഫ്, പിന്നൊന്ന് മൗഖൂഫ് അലൈഹി, പിന്നൊന്ന് മൗഖൂഫ്, പിന്നൊന്ന് സീഗ. ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ വഖഫിന് ആവശ്യമാണ്. വാഖിഫ് എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യുന്ന ആൾ. വഖഫ് ചെയ്യുന്ന ആൾക്കും ചില പ്രത്യേകമായിരിക്കുന്ന ഷർത്തുകളുണ്ട്. വഖഫ് ചെയ്യുന്ന ആൾ എങ്ങനെ ആയിരിക്കണം,
എങ്ങനെ ആകാൻ പാടില്ല, അതൊന്നും വിവരിക്കാനുള്ള സമയമല്ല ഇത്. അപ്പോൾ വാഖിഫിനിക്ക് ചില ഷർത്തുകളുണ്ട്. മൗഖൂഫ് അലൈഹി എന്ന് പറഞ്ഞാൽ ആരെ മേലിലാണ് വഖഫ് ചെയ്യപ്പെടുന്നത്, ആർക്ക് വേണ്ടിയാണ് വഖഫ് ചെയ്യപ്പെടുന്നത്, അയാൾക്കും ചില നിബന്ധനകളുണ്ട്. മൗഖൂഫ് എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യപ്പെട്ട സാധനം. വഖഫ് ചെയ്യപ്പെട്ട സാധനം എങ്ങനെയായിരിക്കണം? അത് അതിൻ്റെ ദാത്ത് ബാക്കിയാവലോടുകൂടി അതിൻ്റെ ഉപകാരമെടുക്കാൻ പറ്റുന്ന വസ്തു ആയിരിക്കണം. വെറും അത്തറ് പോലെയുള്ളതായിരിക്കുന്ന വസ്തുക്കൾ, അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ തീരുന്നതായിരിക്കുന്ന വസ്തുക്കൾ, പത്തിൽ ഭക്ഷണം പോലെയുള്ളതായിരിക്കുന്ന സാധനങ്ങൾ വഖഫാക്കാൻ പറ്റുകയില്ല. കാരണം അത് ഉപയോഗിച്ചാൽ തീർന്നു പോകും. ഉപയോഗിച്ചാൽ തീർന്നു പോകാത്തതായിരിക്കുന്ന കാര്യങ്ങളായിരിക്കണം വഖഫ് ചെയ്യുന്നത്. അത് മൗഖൂഫിൻ്റെ ഷർത്താണ്. അതുപോലെ സീഗ, അതിൻ്റെ സീഗ എങ്ങനെയായിരിക്കണം എന്നെല്ലാം ഷർത്തുകളുണ്ട്. അങ്ങനെയുള്ള ചില നിബന്ധനകളുള്ളതായിരിക്കുന്ന ഒരു സാധനമാണ് വഖഫ് എന്ന് പറഞ്ഞാൽ. അതിലേക്ക് റുക്കനുകളുണ്ട്, ഓരോ റുക്കനുകൾക്കും അതിലേക്ക് ഷർത്തുകളുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ആരാധനയാണ് വഖഫ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളാണ്. കാരണം വഖഫ് എന്ന് പറഞ്ഞാൽ തന്നെ അത് അറബിയാണല്ലോ. അറബി എന്നുള്ളത് അത് ഇസ്ലാമിൻ്റെ ഭാഷയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഭാഷയാണ്, സ്വർഗത്തിൻ്റെ ഭാഷയാണ്, ഇബാദത്തിൻ്റെ ഭാഷയാണ്, ഖുർആനിൻ്റെ ഭാഷയാണ്. ഇങ്ങനെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഭാഷയാണ് അറബി. നമ്മൾ നിസ്കരിക്കുന്നത് അറബിയിലാണല്ലോ, ബാങ്ക് കൊടുക്കുന്നത് അറബിയിലാണല്ലോ, ഖുതുബ ഓതുന്നത് അറബിയിലാണല്ലോ. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അറബി, അത് ഇസ്ലാമുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ് അറബി ഭാഷ എന്നുള്ളത്. അങ്ങനെയുള്ള അറബി ഭാഷയിലാണ് നമ്മുടെ ഈ വഖഫ് എന്ന് പറയുന്നതായിരിക്കുന്ന സാധനം. അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യമാണ്. അതിൽ മറ്റാർക്കും കൈകടത്താൻ സാധ്യമല്ല. നമ്മുടെ നിസ്കാരത്തിൻ്റെ ഫർള് എത്രയാണ്, അതിൻ്റെ ഒരു ഫർള് കൂട്ടാനോ കുറക്കാനോ ആർക്കും അധികാരമില്ല. അതുപോലെ നിസ്കാരം 4 റക്അത്താണ്, ളുഹർ അസ്ർ 4 റക്അത്താണ്, അതിന് 5 റക്അത്താക്കാനോ 3 റക്അത്താക്കാനോ ഉള്ള അധികാരം ആർക്കും തന്നെയില്ല. എന്നതുപോലെ വഖഫ് അത് ആരാണ് വിനിയോഗിക്കേണ്ടത്, ആരാണ് അതിനെ ചെലവഴിക്കേണ്ടത്, എങ്ങനെയാണ് ചെലവഴിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് അത് മുസ്ലിങ്ങളാണ്, മുസ്ലിം പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗവൺമെൻറ് അതിൽ കൈകടത്തേണ്ട ആവശ്യമില്ല. അതിനെ ആര് നിയന്ത്രിക്കണം, എങ്ങനെ നിയന്ത്രിക്കണമെന്ന് ഗവൺമെൻറ് അതിൽ കൈകടത്തേണ്ട ആവശ്യമില്ല. അത് മുസ്ലിം പണ്ഡിതന്മാരാണ് അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ടത്, അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അതുപോലെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് ചെറിയൊരു ആശ്വാസം നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതി നമ്മുടെ ഗവൺമെന്റിനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് നിങ്ങൾ അതിൽ മുസ്ലിങ്ങളല്ലാത്തവർ അതിൽ നിങ്ങൾ കൂട്ടുന്നത്, മുസ്ലിങ്ങളല്ലാത്ത കൂട്ടാൻ പറ്റുമോ, നിങ്ങൾക്കുള്ള ദേവാലയത്തിൽ നിങ്ങൾ ഹിന്ദുക്കളല്ലാത്തവർ. आदरणीय डॉक्टर अंबेडकर जी, नमन। आपने दिया भारत का संविधान। സുപ്രീം കോടതി ചോദിച്ചപ്പോൾ ഗവൺമെന്റിന് അതിന് മറുപടി ഉണ്ടായിട്ടില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് അതിന് നീതി ലഭിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സുപ്രീം കോടതിയിൽ നമുക്ക് വിശ്വാസമുണ്ട്. അവർ നീതിപീഠമെന്നാണല്ലോ അതിൻ്റെ പേര്, നീതിപീഠം. അവർ നീതിയോടുകൂടി വിധിക്കുമെന്ന്, നീതി നമുക്ക് നൽകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അള്ളാഹു നീതി നൽകാൻ അവർക്ക് തൗഫീഖ് ചെയ്യട്ടെ. നല്ല നിലക്ക് ഉള്ളതുപോലെ നമുക്ക് ആരുടെയും അവകാശം ആവശ്യമില്ല. മുസ്ലിങ്ങളല്ലാത്തവരുടെ അവകാശം, ഹിന്ദു സഹോദരന്മാരുടെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഹോദരന്മാരുടെയോ അവകാശം നമുക്ക് ആവശ്യമില്ല. നമ്മുടെ അവകാശം മാത്രമാണ് നാം ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അവകാശത്തിൽ ആരും കൈകടത്തരുത്, അത് നമുക്ക് തന്നെ വിട്ടുതരണം. ആരുടെയും അവകാശം നമുക്ക് ആവശ്യമില്ല. ഹിന്ദു സഹോദരന്മാർ നമ്മുടെ സഹോദരന്മാരാണ്. അതുപോലെ ക്രിസ്ത്യൻ സഹോദരന്മാരും അവർ നമ്മുടെ സഹോദരന്മാരാണ്. അവരുടെ അവകാശവും ആർക്കും അത് തിരിച്ചു കൊടുക്കാൻ പാടില്ല. അവർക്കുള്ള അവകാശം അവർക്ക് തന്നെ കിട്ടണം, നമ്മുടെ അവകാശവും നമുക്ക് കിട്ടണം. ഇത് മാത്രമാണ് നിങ്ങൾ പറയുന്നത്. നീതി മാത്രം, നീതി പുലർത്തണമെന്ന് മാത്രം. നീതിപീഠമാകുന്ന സുപ്രീം കോടതി അത് നീതി പാലിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നീതി ലഭിക്കുമാറാകട്ടെ. അല്ലാഹുവിൽ നിന്ന്, സുപ്രീം കോടതിയിൽ നിന്ന് നമുക്ക് നീതി ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ നീങ്ങുകയാണ്. സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ ഇവിടെ പ്രാർത്ഥന നടത്തിയത് ഉലമാ കോർഡിനേഷൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇസ്മായിൽ തങ്ങൾ അവർകളാണ്. അവരെ ഈ